ദശകം 17 ശ്ലോകം 11. അന്തേ ഭവത്പുരുഷനീതവിമാനയാതോ മാത്രാസമം ധ്രുവപദേ മുദിതോയമാസ്തേ ഏവം സ്വഭൃത്യജനപാലനലോലധീസ്ത്വം വാതാലയാധിപ നിരുന്ധി മമാമയൗഘാൻ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അന്തേ ഭവത് പുരുഷ നീത വിമാനയാതഃ. അന്തേ ഭവത് പുരുഷ നീത വിമാനയാതോ മാത്രാ സമം ധ്രുവ പദേ മുദിതഃ അയം ആസ്തേ. മാത്രാ സമം ധ്രുവപദേ മുദിതോയമാസ്തേ. മുദിതഃ അയം ആസ്തേ. അതാണ് മുദിതോയമാസ്തേ. ഏവം സ്വഭൃത്യ ജന പാലന ലോല ധീഹി ത്വം. ഏവം സ്വഭൃത്യ ജന പാലന ലോലധീസ്ത്വം. ലോലധീഹി ത്വം. അതാണ് ലോലധീസ്ത്വം. വാതാലയാധിപ സംബോധന. നിരുന്ധി മമ ആമയ ഓഘാൻ. നിരുന്ധി മാമയ മമ ആമയ ഓഘാൻ. വാതാലയാധിപ നിരുന്ധി മമ ആമയ ഓഘാൻ. അതാണ് വായിക്കുമ്പം മമാമയൗഘാൻ. മമാമയൗഘാൻ. മമ ആമയ ഓഘാൻ. അന്തേ ഭവത് പുരുഷ നീത വിമാനയാതോ മാത്രാ സമം ധ്രുവപദേ മുദിതോയമാസ്തേ ഏവം സ്വഭൃത്യ ജനപാലന ലോലധീസ്ത്വം വാതാലയാധിപ നിരുന്ധി മമാമയൗഘാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്ലോകം 11 അന്വയവും അർത്ഥവും നോക്കാം. അന്തേ അയം എന്നുവെച്ചാൽ അന്തേ എന്നുവെച്ചാൽ അവസാന കാലം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഐഹിക ജീവിതത്തിൻ്റെ അവസാന കാലം വന്നപ്പോൾ അയം ഈ ധ്രുവൻ അന്തേ അയം ഐഹിക ജീവിതത്തിൻ്റെ അവസാന കാലം വന്നപ്പോൾ ഈ ധ്രുവൻ ഭവത് പുരുഷനീത വിമാനയാതഃ. ഭവത് അങ്ങയുടെ പുരുഷനീത വിമാനയാതഃ. അങ്ങയുടെ ആ പുരുഷനീത എന്ന് വെച്ചാൽ ആളുകൾ കൊണ്ടു ചെന്ന ആ വിമാനത്തിൽ കയറിപ്പോയിട്ട് ഇപ്പോൾ ഭഗവാന്റെ ആ പറഞ്ഞ സമയം കഴിഞ്ഞപ്പോഴേക്കും എന്ന് വെച്ചാൽ അവസാന കാലം എത്തിയപ്പോഴേക്കും ഈ ലോകത്തിലുള്ള ജീവിതം അവസാനിക്കാറായപ്പോഴത്തേനും അങ്ങയുടെ ആളുകൾ കൊണ്ടുവന്ന വിമാനത്തിൽ കയറിപ്പോയിട്ട് മാത്രാ സമം ധ്രുവപദേ മുദിതഃ ആസ്തേ. മാത്രാ അമ്മയോടുകൂടി, മാത്രാ സമം അമ്മയോടുകൂടി ധ്രുവപദേ ധ്രുവലോകത്തിൽ മുദിതഃ സന്തുഷ്ടനായും കൊണ്ട് ആസ്തേ ഇരുന്നരുളുന്നു. ഇന്നും ഇരുന്നരുളുന്നു. അതാണ് ധ്രുവ നക്ഷത്രം. മാത്രാ സമം ധ്രുവപദേ മുദിതഃ ആസ്തേ. അമ്മയോടും കൂടി ധ്രുവലോകത്തിൽ സന്തുഷ്ടനായും കൊണ്ട് ഇരുന്നരുളുന്നു. ഇന്നും ഇരുന്നരുളുന്നു. വാതാലയാധിപ അല്ലയോ ഗുരുവായൂരപ്പ. ഏവം സ്വഭൃത്യജനപാലന ലോലധീഹി ത്വം. ഏവം ഇപ്രകാരം സ്വഭൃത്യജനപാലന ഇപ്രകാരം തൻ്റെ ഭക്തജനങ്ങളെ സംരക്ഷിക്കുന്നതിൽ ലോലധീഹി ത്വം ആ ഉള്ളാലെ ആ അത്യന്തം തൽപരനായ അവിടുന്ന് മമ ആമയൗഘാൻ നിരുന്ധി. മമ എൻ്റെ എല്ലാ രോഗങ്ങളെയും തീർത്തു തരുമാറാകണമേ എന്ന് ഭട്ടതിരിപ്പാട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം, നമ്മുടെയും എല്ലാ രോഗങ്ങളും തീർത്തു തരയണമേ. ഇതിനകത്ത് ധ്രുവപദേ എന്ന് വെച്ചാൽ ധ്രുവം എന്ന് പറഞ്ഞാൽ ആ സ്ഥിരം, പദം എന്ന് പറഞ്ഞാൽ സ്ഥാനം.
അപ്പോൾ ആ സ്ഥിരമായിട്ടുള്ളൊരു സ്ഥാനം അതാണ് ധ്രുവന് കൊടുത്തിരിക്കുന്നത്. ആസ്തി എന്ന് വെച്ചാൽ ആ നക്ഷത്ര രൂപേണ ധ്രുവൻ ഒരു നിശ്ചിത സ്ഥാനത്ത് ഇന്നും വിളങ്ങുവാണല്ലോ, അതാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഈ ധ്രുവൻ 36,000 വർഷം ആ രാജ്യഭോഗങ്ങളൊക്കെ അനുഭവിച്ചിട്ട് അവസാനം സ്വമാതാവായ സുനീതിയോടുകൂടി ആ ഭവൽ പുരുഷന്മാരായ സുനന്ദന്മാരാൽ കൊണ്ടുപോകപ്പെട്ടവർ എന്ന് വെച്ചാൽ അത് അവരവരാണ് ഭഗവാനാൽ അയക്കപ്പെട്ടവർ. അവർ കൊണ്ടുവരപ്പെട്ട ആ വിമാനത്തിൽ കയറി ധ്രുവപദത്തെ പ്രാപിച്ച് ഇപ്പോഴും സന്തുഷ്ടചിത്തനായിട്ട് അവിടെ നക്ഷത്ര രൂപത്തിൽ വസിക്കുന്നു. ഇപ്രകാരം ഭക്തന്മാരുടെ പരിപാലനത്തിൽ താല്പര്യത്തോടു കൂടിയിരിക്കുന്ന അല്ലയോ ഗുരുവായൂരപ്പ, അവിടുന്ന് എന്നെ എൻ്റെ രോഗസമൂഹങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് ഭട്ടതിരിപ്പാട് പ്രാർത്ഥിക്കുന്നു. നമുക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ പല തരത്തിലുള്ള രോഗങ്ങളിൽ നിന്നും നമ്മളെയും രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അന്തേ ഭവത്പുരുഷനീതവിമാനയാതോ മാത്രാ സമം ധ്രുവപദേ മുദിതോയമാസ്തേ ഏവം സ്വഭൃത്യജനപാലനലോലധീസ്ത്വം വാതാലയാധിപ നിരുന്ധിമമാമയൗഘാൻ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.